നമസ്കാരം. ഇന്ന് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് KGC കോഴ്സുകളെ കുറിച്ചാണ്. അതായത് കേരള സർക്കാരിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സാങ്കേതിക വകുപ്പിന് കീഴിലുള്ള KGC കോഴ്സുകളാണ്. 2 വർഷ കോഴ്സാണിത്. PSC അംഗീകൃത സർട്ടിഫിക്കറ്റാണ് സർക്കാർ നൽകുന്നത്. KGCE അഥവാ കേരള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ഇൻ എഞ്ചിനീയറിംഗ് എന്നാണ് ഈ കോഴ്സ് വരുന്നത്. 2022 പരിഷ്കരിച്ച കരിക്കുലം പുറത്തിറക്കി. അപ്പോൾ ആ കോഴ്സുകളെക്കുറിച്ചും ഇതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് പരിശോധിക്കാം. ഒരു 10ാം ക്ലാസ്സുകാരന്, അതായത് ഒരു 15 വയസ്സ് കഴിഞ്ഞ ഒരു സാധാരണക്കാരന് ഒരു അംഗീകൃത സർട്ടിഫിക്കറ്റും അതോടൊപ്പം തന്നെ നാട്ടിലും വിദേശത്തും അവരൊരു തൊഴിലിടം കണ്ടെത്താൻ ഈ കോഴ്സ് വളരെ പ്രയോജനം ചെയ്യും. ഇതിന് മുൻകൈയെടുത്ത, ഈ പരിഷ്കരിച്ച സിലബസ് ഇറക്കാൻ വേണ്ടി മുൻകൈയെടുത്ത നമ്മളെ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു മേഡത്തിനും അതോടൊപ്പം തന്നെ സാങ്കേതിക വകുപ്പിലെ ഒരുപാട് ഉദ്യോഗസ്ഥരും കൂടാതെ കേരളത്തിലെ കിമ KGC കോഴ്സുകളുടെ സംഘടനയായ കിമയും അതിലെ സംഘടനാ നേതൃത്വത്തിലുള്ള വ്യക്തികളും ഒരുപാട് ഇതിനു വേണ്ടി പ്രയത്നിച്ചു. എല്ലാവരും നന്ദിയോടെ ഓർക്കുന്നു. നമുക്ക് KGC കോഴ്സുകളുടെ പ്രത്യേകതകളൊന്ന് നോക്കാം. 2 വർഷ ദൈർഘ്യമുള്ള കോഴ്സുകളാണ് KGCE കോഴ്സുകൾ. കോഴ്സ് പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ PSC അംഗീകൃത സർട്ടിഫിക്കറ്റിന് പുറമെ നാഷണൽ സ്കിൽസ് ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക്, അതായത് NSQF ലെവൽ സർട്ടിഫിക്കറ്റും ലഭിക്കുന്നതാണ്. 1ാം വർഷവും 2ാം വർഷ അവസാനവും ഓൺ ദ ജോബ് ട്രെയിനിങ്, അതായത് OJT പരിഷ്കരിച്ച കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ക്ലാസ് മുറിയിലെയും ലാബിൻ്റെയും പരിശീലനത്തിന് പുറമെ വിവിധ കമ്പനികളിൽ ആ തൊഴിൽ മേഖലയിലെ പ്രത്യേകതകളും ജോലിയുടെ സ്വഭാവവും ഒരു കമ്പനിയിലെ അച്ചടക്കവും ആ മേഖലയിലെ സാധ്യതകളെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കുവാൻ ആ വിദ്യാർത്ഥിക്ക് OJT പരിശീലനം ഏറെ സഹായകരമാകും. വിജയകരമായി OJT പൂർത്തിയാക്കുന്നവർക്ക് കമ്പനികൾ നൽകുന്ന സർട്ടിഫിക്കറ്റ് തൊഴിൽ അന്വേഷണ സമയത്ത് ഏറെ പ്രയോജനപ്രദമായിരിക്കും. KGCE കോഴ്സുകളിൽ അഡ്മിഷൻ നേടുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ SBTE സൈറ്റായ www.polyadmission.org എന്ന സൈറ്റിൽ സിംഗിൾ വിൻഡോ, അതായത് ഏകജാലകം വഴി അപേക്ഷിക്കാവുന്നതാണ്. SC/ST വിദ്യാർത്ഥികൾക്ക് സൗജന്യമായും മറ്റ് വിഭാഗക്കാർക്ക് 100 രൂപ ഒടുക്കിയും സംസ്ഥാനത്തെ ഏത് ജില്ലയിലെയും ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനത്തിലേക്ക് പ്രവേശനം നേടാവുന്നതാണ്. തൊഴിൽ സാധ്യത ഏറെയുള്ള 8 പ്രധാന കോഴ്സുകളാണ് ഈ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവ ഏതൊക്കെയെന്ന് പരിശോധിക്കാം. 1. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. 2. സിവിൽ എഞ്ചിനീയറിംഗ്. 3. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. 4. റെഫ്രിജറേഷൻ എയർ കണ്ടീഷനിങ്. 5. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. 6. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. 7. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. 8. അഗ്രോ മെഷീനറി. 1ാം വർഷ അവസാനവും 2ാം വർഷ അവസാനവും സംസ്ഥാന സർക്കാർ നടത്തുന്ന എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. ഇതിൽ 40% മാർക്ക് നേടുന്ന വിദ്യാർത്ഥിക്ക് JCTEയിൽ, അതായത് ജോയിൻറ്റ് കൺട്രോളർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കാര്യാലയത്തിൽ നിന്ന് തപാൽ വഴി സർട്ടിഫിക്കറ്റ് കൈപ്പറ്റാവുന്നതാണ്. 1ാം വർഷ വിദ്യാർത്ഥികൾക്കുള്ള സിലബസ് ഒന്ന് പരിശോധിക്കാം. 4 വിഷയങ്ങളാണ് ഉള്ളത്. 1. ബേസിക് മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ്. 2. എഞ്ചിനീയറിംഗ് ഡ്രോയിങ്. 3. ട്രേഡ് തിയറി. 4. ഫസ്റ്റ് ഇയർ ട്രേഡ് പ്രാക്ടിക്കൽ. അതിൽ ആദ്യത്തെ 3 100 മാർക്കിനും പ്രാക്ടിക്കൽ 400 മാർക്കിനും, അങ്ങനെ 700 മാർക്കാണ് ഗ്രാൻഡ് ടോട്ടൽ 1ാം വർഷം വരുന്നത്. ബേസിക് മാത്തമാറ്റിക്സിനും എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിനും ട്രേഡ് തിയറിക്കും 100 മാർക്കിൽ 60 മാർക്കാണ് എഴുതി നേടേണ്ടത്. ബാലൻസ് വരുന്ന 40 മാർക്ക് കണ്ടിന്യൂസ് അസസ്മെൻറ്റ്, അതായത് ഇൻറ്റേർണൽ മാർക്കാണ്. 2ാം വർഷ സിലബസ് ഒന്ന് പരിശോധിക്കാം. ആദ്യ വർഷത്തേതുപോലെ തന്നെയാണ്, 700 മാർക്കിനാണ്. എന്നാൽ ഇവിടെ 2 തിയറി എക്സാമും 1 പ്രാക്ടിക്കൽ എക്സാമും 4ാമത്തത് പ്രോജക്റ്റ് വർക്കുമാണ്. തിയറി പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ, അതായത് എഴുത്ത് പരീക്ഷ 60 മാർക്കിനും 40 മാർക്ക് ഇൻറ്റേർണലുമാണ്. പ്രാക്ടിക്കലിന് 250 മാർക്ക് ലാബ് എക്സ്പെരിമെൻറ്റിനും 150 മാർക്ക് ഇൻറ്റേർണൽ മാർക്കുമാണ്. പ്രോജക്റ്റ് വർക്കിന് ഇൻറ്റേർണൽ മാർക്ക് 50ഉം
പ്രോജക്റ്റിന് 50 അങ്ങനെ 100 മാർക്ക്. അതായത് പ്രോജക്റ്റ് 100 മാർക്ക്, പ്രാക്ടിക്കൽ 400 അങ്ങനെ 500, 2 തിയറി 100 അങ്ങനെ 2ാം വർഷം 700 മാർക്ക്. ഒരു ആവറേജ് നിലവാരമുള്ള 10ാം ക്ലാസ്സുകാരന് പോലും ബുദ്ധിമുട്ടില്ലാതെ നല്ല മാർക്കോടുകൂടി പാസ്സാകുവാൻ സാധിക്കും. അത് എങ്ങനെയെന്നാൽ 100 മാർക്കുള്ള ഒരു പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ 60 മാർക്കിനും ഇൻറ്റേർണൽ മാർക്ക് 40 മാർക്കും എന്ന് അറിയാമല്ലോ. ചോദ്യക്കടലാസിലെ 60 മാർക്കിൻ്റെ പാസ് മാർക്കായ 40% എന്ന് പറയുന്നത് 24 മാർക്കാണ്. ചോദ്യക്കടലാസിൽ പാർട്ട് എയിൽ 1 മുതൽ 20 വരെയുള്ള 1 മാർക്കിനുള്ള MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനാണ് ഉള്ളത്. അതായത് ഒരു ക്വസ്റ്റ്യനും അതിനു ചുവടെ 4 ആൻസർ ചോയ്സുകളുമാണ് ഉണ്ടായിരിക്കുക. മേൽപ്പറഞ്ഞ എ പാർട്ടിലെ 20-ൽ ഏത് സാധാരണ വിദ്യാർത്ഥിയും 15 അതിനു മുകളിലോ മാർക്ക് നേടിയിരിക്കും. ബി പാർട്ടിൽ 5 മാർക്കിൻ്റെ 8 ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യണം, അതായത് 40 മാർക്ക്. ബി പാർട്ടിൽ 12 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതിൽ അറിയാവുന്ന 8 എണ്ണം സെലക്ട് ചെയ്ത് ആൻസർ ചെയ്യാവുന്നതാണ്. എ പാർട്ടിൽ 15 മാർക്ക് നേടിയ ഒരു കുട്ടിക്ക് ബി പാർട്ടിൽ മിനിമം ഒരു 9 മാർക്ക് ലഭിച്ചാൽ മാർക്കായ 24 നിഷ്പ്രയാസം നേടാവുന്നതാണ്. മേൽപ്പറഞ്ഞ ആ കുട്ടിക്ക് മെച്ചപ്പെട്ട ഹാജർ നിലയും റെക്കോർഡ് ബുക്കും ലോഗ് ബുക്കും നല്ല അച്ചടക്കത്തോടു കൂടിയുള്ള ക്ലാസ് മുറിയിലെ പെരുമാറ്റവും അവന് ഇൻറ്റേർണൽ മാർക്കായ 40-ൽ ഭൂരിഭാഗവും ലഭിച്ചാൽ ക്ലാസ്സോടുകൂടിയോ ഡിസ്റ്റിങ്ഷനോടുകൂടിയോ സംസ്ഥാന സർക്കാരിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. ഇത് ആ വിദ്യാർത്ഥിയെ ഭാവിയിലെ ഒരു മികച്ച അല്ലെങ്കിൽ വിദഗ്ധനായ എഞ്ചിനീയറാകാൻ സഹായിക്കും. കേരള PSC അംഗീകൃത സർട്ടിഫിക്കറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പ്രൈവറ്റ് കമ്പനികൾ കൂടാതെ വിദേശ രാജ്യങ്ങളിലും ധാരാളം തൊഴിലവസരങ്ങൾ ലഭ്യമാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് ചേർക്കുന്നതാണ്. ടെക്നിക്കൽ കോഴ്സ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുമെന്ന് പ്രത്യാശയോടെ നന്ദി.